ഡോക്ടറും നഴ്സും ഫാർമസിസ്റ്റും ഇല്ലാതെ പത്തനംതിട്ടയിൽ ഒരു ESI ഡിസ്പെൻസറി. സമീപത്തുള്ള മറ്റ് ESIകളിൽ നിന്ന് വല്ലപ്പോഴും എത്തുന്ന പകരക്കാരാണ് ഇവിടത്തുകാരുടെ ഏക ആശ്രയം. പല ദിവസങ്ങളിലും രോഗികൾ എത്തിയിട്ട് തിരിച്ചു പോകാറാണ് പതിവ്. പ്രദേശത്തുള്ളവർ നിരവധി തവണ പരാതി നൽകിയിട്ടും ഇതുവരെയും പരിഹാരമായിട്ടില്ല. ജില്ലാ ആസ്ഥാനത്തുള്ള ESI ഡിസ്പെൻസറിയാണ് ഡോക്ടറും നഴ്സും ഫാർമസിസ്റ്റും ഇല്ലാതെ അനാഥമായി കിടക്കുന്നത്. ദിവസവും നൂറുകണക്കിന് രോഗികൾ വന്നുകൊണ്ടിരുന്ന ഡിസ്പെൻസറിയാണ്. നിലവിൽ 3 തസ്തികകളും ഒഴിഞ്ഞു കിടക്കുന്നതിനാൽ മറ്റ് ഡിസ്പെൻസറികളിലെ ജീവനക്കാരാണ് വല്ലപ്പോഴും ഇവിടെ എത്തുന്നത്. കഴിഞ്ഞ മാസം വരെ കോൺട്രാക്ട് വ്യവസ്ഥയിൽ ഒരു ഡോക്ടറെങ്കിലും ഉണ്ടായിരുന്നു. മറ്റൊരു ജോലി കിട്ടി ഡോക്ടർ പോയതിനാൽ ഡിസ്പെൻസറിയുടെ പ്രവർത്തനം താളം തെറ്റി. കഴിഞ്ഞ ഒരു 1.5 മാസം മുമ്പ് ആറന്മുള MLA മന്ത്രി കൂടിയായ വീണ ജോർജിനെ ഈ കാര്യം ഫോണിൽ അറിയിക്കുകയും അതിനുള്ള പരിഹാരം കാണാമെന്ന് ഉറപ്പ് നൽകിയിരുന്നതാണ്. എന്നാൽ ഇതുവരെ യാതൊരു പരിഹാരവും കണ്ടിട്ടില്ല. ധാരാളം രോഗികൾ ഈ ഡിസ്പെൻസറിയെ ആശ്രയിച്ച് ഇവിടെ എത്തിക്കൊണ്ടിരിക്കുകയാണ്. ചില ദിവസങ്ങളിൽ ഡോക്ടർ മാത്രമാകും ഉണ്ടാകുക, ഫാർമസിസ്റ്റ് ഉണ്ടാകില്ല. അങ്ങനെ വരുമ്പോൾ മറ്റൊരു ദിവസം മരുന്ന് വാങ്ങാൻ മാത്രമായി വരേണ്ട സാഹചര്യം ഉണ്ടാകുന്നു. 2 ദിവസം മാത്രമേ ഉള്ളൂ. അപ്പം ഞങ്ങൾ എപ്പോഴാണ് അവിടെ ഡോക്ടേഴ്സ് അവൈലബിൾ ആകുന്നതെങ്കിലും ഞങ്ങൾക്ക് അറിഞ്ഞെങ്കിൽ അത് അനുസരിച്ച് നമുക്ക് ചെയ്യാം. ചെല്ലുമ്പോൾ വിളിച്ചു ചോദിക്കുമ്പോൾ ഇപ്പോഴാണ്, അല്ലെങ്കിൽ നിങ്ങൾ വന്ന് അന്വേഷിക്കാനൊക്കെയാണ്. ചെല്ലുമ്പോൾ അവിടെ ഇല്ല. അപ്പൊ അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടുന്നതിനാൽ ഡോക്ടറിനെയും ഫാർമസിസ്റ്റിനെയും വെക്കണമെന്നുള്ളതാണ്. ജില്ലയിൽ ഏനാത്ത്, പത്തനംതിട്ട, തിരുവല്ല എന്നിവിടങ്ങളിലായി 3 ESI ഡിസ്പെൻസറികളാണ് പ്രവർത്തിക്കുന്നത്. നിരവധി രോഗികൾ ആശ്രയിക്കുന്ന ജില്ലാ ആസ്ഥാനത്തെ ഡിസ്പെൻസറിയിൽ ജീവനക്കാരുടെ കുറവ് എത്രയും വേഗം പരിഹരിക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. അമൃത ന്യൂസ്, പത്തനംതിട്ട.